വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഞാൻ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലിയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് മതിയായി, മടുത്തു. ഇനി ഞാൻ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണില്ല, പഠനം നിർത്താൻ പോവാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ചു പേരെങ്കിലും നമ്മൾ ഈ PSC പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയുന്നത്. അവർ മാത്രം നമ്മുടെ ഈ ക്ലാസ് കണ്ടാലായിട്ട് മതി. അപ്പോ ഇത്തരം ചിന്ത നമുക്ക് എപ്പോഴാ വരിക? കുറച്ച് നാളായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറയുന്നത്, ഗവൺമെന്റ് ജോലിയാണെങ്കിൽ കിട്ടുന്നില്ല. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പ്രഷർ വന്നു തുടങ്ങി. അതായത് ഇത്ര നാളായിട്ടും ജോലി കിട്ടുന്നില്ല. അപ്പോ ഇനി പറയാണ്, ഇനി നമുക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ജോലിയും കൂടി നമുക്ക് ഇനി കിട്ടാനുള്ള സാധ്യത കുറയും. അങ്ങനെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലും ഉണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും കൂടി നമ്മളിലേക്ക് അത് കുത്തിക്കയറ്റുമ്പോൾ നമുക്ക് എന്താണ്, ആകെ കൂടെ ടെൻഷൻ ആവുകയാണ്. ആൾക്കാരുടെ ഈ കളിയാക്കല്, പിന്നെന്താണ്, പുതിയ മേഖലകളൊക്കെ പുതിയ രീതിയിലൊക്കെയായി PSC. കാരണം എന്തുകൊണ്ടാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളായി അല്ലെ, SCRT പാഠഭാഗങ്ങൾ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ എന്താ പറയാ, ഡയറക്റ്റ് ചോദ്യങ്ങളൊക്കെ പരമാവധി 4 ഓപ്ഷൻ തരണേന് പകരം ഇപ്പൊ എന്താണ്, 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നു തുടങ്ങി. അതിൽ നിന്ന് ഏതാണെന്ന് തെരഞ്ഞെടുക്കേണ്ട രീതിയിലൊക്കെ ആയിപ്പോ നമ്മൾ തന്നെ ആകെ കൂടി കൺഫ്യൂഷനിലായി. ഇനിയിപ്പോ മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ്. അപ്പൊ നമ്മള് ഇത്തരം ചിന്താഗതിയിലൊക്കെ മുന്നോട്ട് പോണ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഏതായാലും നമ്മൾ എന്താണ്, പഠനം തുടങ്ങി അല്ലെ, പഠനം തുടങ്ങി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങി. നമുക്ക് കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്, പഠനത്തിൽ ബ്രേക്ക് വരുത്തരുത് മക്കളെ. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ LKG കുട്ടികളുടെ പോലെ വീണ്ടും ഇത് പഠിക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ പറയും, വേണ്ട ഞാൻ നിർത്തുക എന്ന് പറഞ്ഞു, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തോന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും LKG കുട്ടികളുടെ പോലെ എന്താണ് തുടങ്ങേണ്ടി വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയാമോ? അതായത് ബ്രേക്ക് വരുത്തരുത് എന്ന് പറയുന്നത് വേണ്ടാന്ന് വെച്ച് പോലും മാത്രമല്ല, ചില കുട്ടികൾ എന്താ ചെയ്യുക, ഒരു എക്സാം വരും. ഇപ്പൊ എക്സാമ്പിൾ പറയാം, LGS വന്നു. അപ്പൊ LGSന് വേണ്ടി നമ്മള് പഠിച്ചുകൊണ്ടേയിരുന്നു. LGSന്റെ ആ നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു. ആ പരീക്ഷ കഴിഞ്ഞു, പിറ്റേ ദിവസം പുസ്തകം അടച്ചു വെച്ചു. അടുത്ത നോട്ടിഫിക്കേഷൻ വരിക, PSCയുടെ കാര്യം അല്ലെ, എത്ര നാൾ കഴിഞ്ഞാൽ പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരിക. അപ്പൊ പിന്നത്തെ നോട്ടിഫിക്കേഷൻ വരണവരെ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വീണ്ടും എടുത്തു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്നത് LDCയുടെ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ LGSനേക്കാൾ കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് കൂടും ക്വസ്റ്റ്യൻസ്. എന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണം. അപ്പൊ ബേസിക്സ് തൊട്ട് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോവരുത്. നമ്മൾ എപ്പോഴാണോ പഠിച്ചു തുടങ്ങി ആ പഠനം നമ്മൾ നിർത്താണ്ട്, എന്നാണോ നമ്മൾ നല്ല കുറച്ച് ലിസ്റ്റുകളിൽ കയറി നമുക്ക് ജോലി, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നു ഉറപ്പ് വരുന്നത്, അതുവരെ നമ്മൾ അതായത് ഈ പഠനം ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോവുക. അതാണ് ഒരു കാര്യം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നിർത്തി പോവല്ല. അല്ലാണ്ട് SCRT പാഠഭാഗങ്ങൾ വന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള കാര്യങ്ങൾ വന്നു, നാട്ടുകാർ പറയണു എനിക്ക് ജോലി കിട്ടുമോ കിട്ടില്ല എന്ന് പറയണു, ഇനി എനിക്ക് പ്രൈവറ്റ് ജോലി വരെ കിട്ടാവോ, അങ്ങനെ ആലോചിച്ചിട്ട് കൺഫ്യൂഷൻ അടിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഈ പരിപാടി നിർത്തല്ല ചെയ്യേണ്ടത്. നിങ്ങള് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാണ്ട് ചെയ്യേണ്ടത്. ഇനി പഠിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ഏതായാലും പഠിക്കാൻ തീരുമാനിച്ചല്ലോ, പഠിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് തന്നെ പോവാം. ഇനിയിപ്പോ അങ്ങനെ ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ നിങ്ങൾ പോകുമ്പോൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ തന്നെ ടീച്ചർ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, സ്ഥലത്തൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഓരോ എന്താണ് ആപ്പുകൾ പർച്ചേസ് ചെയ്ത്, അങ്ങനെ 1 2 3 ആപ്പുകളൊക്കെ പർച്ചേസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ, ആദ്യം തന്നെ നിങ്ങൾ ഒരു വഞ്ചിയിൽ കാലിട്ട് 2 വഞ്ചിയിലും കൂടി കാലിട്ട് കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്ക് പോയ എന്താ ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. അപ്പൊ നമ്മൾ ഒരു വഞ്ചിയിൽ കാലിടുക. ഇനി അടുത്തൊരു കാര്യം എന്താ, ടെലഗ്രാം ചാനലുകളുടെ ഒരു കളിയാണ് നമ്മുടെ മൊബൈലില്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ടീച്ചർ പറയാം, ചില കുട്ടികൾക്ക് ചില ടെലഗ്രാം ചാനലിൽ ചില സബ്ജക്റ്റുകൾ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സബ്ജക്ട് വൈസ് എങ്കിലും നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, കുഴപ്പമില്ല. അതായത് ഇപ്പൊ ഒരു എന്താ പറയുക, ഹിസ്റ്ററി എടുക്കുന്ന ടീച്ചർ, മോഡേൺ ഇന്ത്യ ടീച്ചർ നന്നായിട്ട് എടുത്തു, അപ്പൊ ആ ടീച്ചറുടെ ക്ലാസ് ഹിസ്റ്ററിക്ക് മാത്രം ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ സയൻസിന് വേണ്ടിയിട്ട് വേറൊരാളുടെ, അല്ലാണ്ട് എന്താ ചെയ്യേണ്ടത്, സയൻസിന് തന്നെ ഒരു 10 ആളുടെ, അല്ലെങ്കിൽ ഹിസ്റ്ററിക്ക് തന്നെ ഒരു 10 ആളുടെ. അപ്പോൾ ഇവിടെ പറയുന്നതിൽ നിന്നും അഡീഷണൽ ആയിട്ട് കുറെ പോയിന്റ്സ് അവിടെ ആ ടീച്ചർ പറയുന്നുണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ അത് കെടുക്കട്ടെ. ഇവിടെ അങ്ങനെ വിശാലമായിട്ടുള്ള ആഴത്തിലുള്ള പഠനമല്ല നമുക്ക് വേണ്ടത്. അതായത് എന്താണോ PSCയില് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഷുവർ ഷോട്ട് ടോപ്പിക്സുകൾ, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സുകൾ, ആ ഹോട്ട് ടോപ്പിക്കുകൾ
സെലക്ട് ചെയ്ത് അതിന്റെ പഠനമാണ് വേണ്ടത്. അല്ലാണ്ട് എല്ലാ പോയിന്റുകളും വലിച്ചും എന്താ പറയാ വാരി വലിച്ച് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നോ രണ്ടോ ചാനലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്ലാറ്റ്ഫോമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൽഫായിട്ട് നമ്മൾ ഇപ്പൊ ചില കുട്ടികൾ എന്തായിരിക്കും ഒരു റാങ്ക് ഫയൽ മാത്രം ഫോളോ ചെയ്ത് അങ്ങനെ പഠിക്കുന്നതായിരിക്കും. പക്ഷെ ടീച്ചർ പറയും റാങ്ക് ഫയൽ പഠിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ഫയൽ പഠിക്കാം. പക്ഷെ ആ റാങ്ക് ഫയൽ പൂർണ്ണമായിട്ട് പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഞാൻ പറയില്ല ഒരു റാങ്ക് ഫയൽ പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിക്കണം. ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഒരു ലൈബ്രറി റെഫറൻസ് ബുക്ക് പോലെയാണ്. അല്ലാതെ അതിലുള്ള കാര്യങ്ങൾ മുഴുവൻ അരച്ചു കലക്കി പഠിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ആ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ. ആ സിലബസ് നോക്കിയിട്ട് ആ സിലബസിൽ നിന്നുള്ള ടോപ്പിക്കുകൾ നമ്മൾ എവിടെ നിന്ന് സെലക്ട് ചെയ്തോളോ? നമ്മുടെ റാങ്ക് ഫയലുകളിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഈ റാങ്ക് ഫയലിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഒപ്പം തന്നെ എന്തും ചെയ്യണം, ഈ ടോപ്പിക്ക് SCERT പാഠഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ആ SCERT പാഠഭാഗങ്ങളിലത്തെ ആ ചാപ്റ്ററും കൂടി നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാണ്ട് നമ്മൾ വീട്ടിലിരുന്നാ പഠിക്കണേ വെച്ചാലും കോളേജിൽ പോയി ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സെന്ററിൽ പോയിട്ടാ പഠിക്കണേ വെച്ചാലും ഓൺലൈനായിട്ട് പഠിക്കണേ വെച്ചാലും ഒരു പ്രത്യേക പുസ്തകം മാത്രം നിങ്ങൾ എന്താ പറയാ അത് മാത്രം പൂർണ്ണമായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്കിൽ എത്താൻ പറ്റും എന്നുള്ളതിന് അത് ഒരു തെറ്റായ ധാരണയാണ്. പിന്നെ ചിലരുടെ കാര്യമുണ്ട്, അതായത് ഒരാൾ റാങ്ക് ഫെയിൽ നല്ലതാന്ന് പറഞ്ഞു അത് വാങ്ങി, പുതിയ പുസ്തകമല്ലേ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും, 3-4 ദിവസം ആ പുസ്തകം പഠിച്ചു. അത് കഴിയുമ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് പറയണം അതിനേക്കാൾ നല്ലൊരാൾ വേറൊരു റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ അത് വാങ്ങിച്ചു. അപ്പൊ അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ബുക്കുകൾ മുഴുവൻ വാങ്ങി നമ്മുടെ വീട്ടിൽ അടക്കി വെച്ചത് കൊണ്ട് നമുക്ക് ജോലി കിട്ടില്ല. നമ്മളെ അത്യാവശ്യം നല്ല ടീച്ചേഴ്സ് ഒക്കെ പറയണത് കേട്ട് ഏതെങ്കിലും 1-2 ബുക്കുകൾ വാങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിന്റെ ഒരു റെഫറൻസ് ആയിട്ട് മാത്രം നമ്മൾ ആ ബുക്കിനെ കൊണ്ടുപോകാനായിട്ടും ശ്രമിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയ നേരത്തെ പറഞ്ഞ സിലബസ് ഒരിക്കലും പൂർണ്ണമായിട്ടും നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാ പോണെച്ചാലും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. സിലബസിനെ നമ്മളൊന്ന് തൊട്ടു നോക്കി പോവാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അതായത് ആ സിലബസിലൊക്കെ PSC കൊടുക്കുമ്പോൾ അവസാനം എക്സിട്ര എന്ന് കൊടുത്തിട്ടുണ്ടാവും ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും. അപ്പൊ എന്താ അവർ ഉദ്ദേശിക്കണ എക്സെട്ര എന്ന് നമുക്കറിയോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ? അവർ പറഞ്ഞ കുറെ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ആ സിലബസിൽ ഒരു ധാരണ ഉണ്ടാക്കി നമ്മൾ എന്താ ചെയ്യണേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ തന്നെ സ്ഥിരമായി PSC ആവർത്തിക്കുന്ന ചില ടോപ്പിക്കുകൾ ഉണ്ട്. അതിനെ നമ്മൾ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് എന്നോ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ പറയണേ. അതിനെ നന്നായിട്ട് പഠിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മൾ ഒന്ന് മനസ്സിലൊരു ആത്മവിശ്വാസം കോൺഫിഡൻസ് പറഞ്ഞ സിലബസ് കംപ്ലീറ്റഡ് ആയിരുന്നു. അതായത് ഈ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ കംപ്ലീറ്റഡ് ആവുമ്പോൾ അങ്ങനെ കംപ്ലീറ്റഡ് ആക്കി കഴിഞ്ഞാൽ അടുത്തത് കൃത്യമായിട്ട് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള SCERT പാഠഭാഗങ്ങൾ പഠിക്കുക. അപ്പൊ SCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ SCERT പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ അത് വായിച്ചെടുക്കാൻ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല, പിന്നെ ഇപ്പൊ വായിക്കാൻ പറയണേന്ന് ടീച്ചർ പറയും. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും ഞാൻ ഉൾപ്പെടെയുള്ള പല ചാനലിലും ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അതായത് ഞാനൊക്കെ ആണെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ വായിച്ചു കൊടുക്കുക ചെയ്യണം. അപ്പൊ നമ്മളൊരു കഥ കേൾക്കണ പോലെയോ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കണ പോലെയോ നിങ്ങൾ ഒഴിവുള്ള സമയങ്ങളിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ 10 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് അതിലത്തെ പ്രധാനപ്പെട്ട പോയിന്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്തത് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, അതായത് മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മോക്ക് ടെസ്റ്റ് പറയുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു 30 മോക്ക് ടെസ്റ്റ് 50 മോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫേമസ് ആയിട്ടുള്ള എന്താ പറയുന്നത് പബ്ലിഷേഴ്സ് മോക്ക് ടെസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത്തരം മോക്ക് ടെസ്റ്റുകൾ ഭയങ്കര ടഫ് ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക മക്കളെ. അതെങ്ങനെയാ ചെയ്യണ്ടേ? OMR രൂപത്തിൽ തന്നെ OMR ഷീറ്റ് നമുക്ക് പ്രിന്റ് എടുക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ കൃത്യമായിട്ട് ടൈമർ വെച്ച് OMR ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ട് കൃത്യമായിട്ട് അതിനെ വിലയിരുത്തുകയും ചെയ്യാം. അതായത് എത്രണ്ണാണ് എൻ്റെ ശരിയായത്, എത്ര നെഗറ്റീവ് വന്നു, ആദ്യം ചെയ്തപ്പോൾ ഉണ്ടായ നെഗറ്റീവ് എത്രയാണോ, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നെഗറ്റീവ് കുറയാണോ, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഏത് മേഖലയിലാണ് എനിക്ക് നെഗറ്റീവ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഏത് മേഖലയിലാണ്, അപ്പൊ ആ
മേഖല തിരിച്ചറിഞ്ഞ് നിങ്ങൾ പഠനം നടത്തുക. അപ്പൊ റിവിഷന് ആ മേഖലകൾ കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്തു തുടങ്ങി എന്ന് വിചാരിച്ച റിവിഷൻ വേണ്ടെന്നല്ല. റിവിഷൻ 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 മാത്രമാണ് നമുക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തു വെക്കാൻ പറ്റണ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്. 4 ദിവസം നിങ്ങൾ പുസ്തകം മറച്ചു വെച്ചു അല്ലെങ്കിൽ അടച്ചു വെച്ചു നോക്കുമോ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സിലബസിന്റെ ഒരു സിലബസ് ഒരു പ്രാവശ്യം കവർ ചെയ്ത് കഴിഞ്ഞ് SCRT പാഠഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത കാര്യങ്ങൾ എന്താണ്? സൊസൈറ്റിയിൽ നിന്നും പല നെഗറ്റീവ്സും പല സമയത്തും നമുക്ക് വരാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു സുഖം, മോളെ കുറെ നാളായാലോ പോയി തുടങ്ങിയിട്ട് ഇതുവരെ ജോലിയൊന്നും കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ലിസ്റ്റിലായോ, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾ പരമാവധി നമ്മൾ അവഗണിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ചെവി കുട വിട്ട് മറ്റൊരു ചെവി കുട വിടുക. നമ്മൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതൊരു നെഗറ്റീവായിട്ട് ഇങ്ങനെ കിടക്കും. അയ്യോ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ആ ടെൻഷൻ കൊണ്ട് തന്നെ നമ്മൾ ചെന്നിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ ശരിയാവണ കാര്യങ്ങൾ വരെ തെറ്റാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്യാവശ്യം ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിഷമം എന്താ വെച്ചാൽ, ഇത്രയും പഠിച്ചു, എന്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ജോലി കിട്ടി, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടൊരു മന്ത്ലി ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു വിഷമം എന്താണ്, നമുക്കിതൊന്നും കിട്ടണില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പഠിക്കണേന്റെ ഒപ്പം തന്നെ വരുമാനം കൂടി ഉണ്ടാവാനുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടി അങ്ങനെയും കൂടി നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ആവശ്യത്തിന് നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കണില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മയോ അല്ലെങ്കിൽ ഇപ്പോ ഒട്ടുമുക്കാൽ ഭാഗം കുട്ടികളും കല്യാണം കഴിഞ്ഞിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും അവരുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ആശ്രയിക്കണില്ലല്ലോ. നമ്മുടെ സ്വന്തം കാലിൽ നിന്നിട്ടല്ലേ പഠിക്കണേ എന്നുള്ള ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ, പഠനത്തോടൊപ്പം എന്തെങ്കിലും വരുമാനം കൂടി പിന്തുടരുക. വരുമാനം കൂടി നേടാനുള്ള മാർഗം കൂടെ അത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ഇപ്പൊ ചിലർക്ക് പല ആൾക്കാർക്കും ചില ഹോബീസ് ഒക്കെ ഉണ്ട്, അതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും നല്ല മെത്തേഡ് PSC പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം കണ്ടന്റ് റൈറ്റിംഗ് അല്ലെ, നമ്മുടെ ആപ്സുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആവശ്യമുണ്ട്. കോണ്ടന്റ് റൈറ്റേഴ്സിനെയൊക്കെ അവർക്ക് ആവശ്യം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാ, അവർക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആവശ്യവും. അപ്പൊ അതിന് അവർ കൂടുതലും സെലക്ട് ചെയ്യുക PSC പഠിക്കണം കുട്ടികളെ. അത് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് തുച്ഛമായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള വരുമാനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ, അതായത് പോവാണ് ഇനി ഞാൻ പഠിക്കണമൊന്നുമില്ല, മതിയാക്കി, പഠിച്ച് ഞാൻ തോറ്റു അങ്ങനെ വിചാരിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പഠനം നിർത്താന്ന് പറയുന്ന കുട്ടികൾക്ക് കുട്ടികളോട് ടീച്ചർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ മെത്തേഡ് നിങ്ങൾ ഭംഗിയായിട്ട് ഈ കുറച്ച് പറഞ്ഞ നമ്മുടെ ഈ പോയിന്റ്സ് ഇല്ലേ, അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് പോയി നോക്കൂ. എന്തുണ്ടാവാന്ന് അറിയാലോ, കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് നോക്കൂ. എപ്പോഴും നമുക്ക് പിന്തിരിയാൻ, അതായത് വേണ്ടാന്ന് വെക്കാൻ എളുപ്പം, പക്ഷെ അത് പിന്നെ നമ്മൾ വേണമെന്ന് വെക്കുന്ന സമയത്ത് നമുക്കത് നേടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളത് വേണ്ടാന്ന് വെച്ച് പോവാണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്തുടർന്ന് എത്രയും പെട്ടെന്ന് ജോലിയിൽ എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവരും എന്താ പറയുന്നത്, ക്ലാസ്സുകളൊക്കെ കാണുക. അതിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്, CRT പാഠഭാഗങ്ങളുടെ ക്ലാസ്, LGSന്റെ തന്നെ 100 days നമ്മൾ ഇട്ടിട്ടുള്ള ക്ലാസ്, അത്തരം ക്ലാസ്സുകളൊക്കെ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ കാണുക. ടെലിഗ്രാം ചാനൽ എല്ലാവരും എന്താ പറയുന്നത് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഡെയിലി നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ കൃത്യമായിട്ട് ടീച്ചറുടെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ്, ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.